നമുക്ക് നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ കണ്ടില്ല എന്ന് നടിച്ച യുവത്വത്തെ വിടാൻ കഴിയുകയില്ല. എവിടെയാണ് കൃത്യമായി ഒരു പിടിമുറുക്കേണ്ടത്? തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം പ്രസക്തമാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും അത് നമ്മുടെ ഇന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഒരു പരാജയം എന്നുള്ള രീതിയിലേക്ക് വിലയിരുത്തപ്പെടുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ചെറിയ തെറ്റ് പറ്റുന്നുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഞാനൊരു ബീങ് എ മെഡിക്കൽ പ്രൊഫഷണൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. നമുക്കിപ്പോ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഞാൻ വയനാട് ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിരവധി ക്ലയൻസ് ഇത്തരത്തിലുള്ള ലഹരി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഓൺലൈൻ സംബന്ധമായിട്ട് IT പ്രൊഫഷണൽസ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നവർ, ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നവർ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ അവിടെയൊക്കെയും ഇതേ പ്രശ്നങ്ങൾ, സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ആസ് എ സൊസൈറ്റി, അദ്ദേഹം പറഞ്ഞതിലെ പോസിറ്റീവ് ആസ്പെക്ട് ഞാൻ സ്വീകരിക്കുകയാണ്. ആസ് എ സൊസൈറ്റി നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ പരാജയങ്ങളെ ഉപരിപ്ലവമായിട്ടുള്ള തലത്തിലല്ലാതെ, ഇമീഡിയറ്റ് കോസസ് അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള സോഷ്യൽ ഡിറ്റർമിനൻസ്, സൈക്കോളജിക്കൽ ഡിറ്റർമിനൻസ് എന്നുള്ള കണ്ടെത്തുകയും അവ അഡ്രസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇപ്പൊ ലഹരി, ഇതിപ്പോ കഞ്ചാവ് ആണെങ്കിൽ അത് നിയമവിധേയമാക്കിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. കാനഡയിൽ നിയമവിധേയമാണ്. ആംസ്റ്റർഡാമിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കടയിൽ കയറി ചായ കുടിക്കുന്ന പോലെ തന്നെ കഞ്ചാവിന്റെ പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം തീർച്ചയായിട്ടും ശരിയാണ്. എന്തിനേയും നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലവുമായിട്ട് ഇണക്കി ചേർത്ത് വേണം നമ്മൾ വായിച്ചെടുക്കാൻ. അപ്പൊ അതുപോലെ കാനഡയിൽ ഉണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ആയിക്കൂടാ എന്നുള്ള പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള നിയമ സംവിധാനങ്ങളും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാം നിയമത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. ഗ്രാസ് റൂട്ട് ലെവൽ, അതായത് ഒരു ക്ലോസ് നിറ്റ് സൊസൈറ്റി, ഒരു ഇഴയടുപ്പമുള്ള സൊസൈറ്റി എന്ന നിലയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ വ്യക്തിയിലും പെരുമാറ്റ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ, അത് എല്ലാവരും കാണിച്ചു കൊള്ളണമെന്നില്ല, പക്ഷെ ചിലപ്പോഴെങ്കിലും, നമ്മളൊരു ക്രൈമിന്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ ചർച്ച എല്ലാം തുടങ്ങിയത്, ചിലപ്പോഴെങ്കിലും ഇത്തരം ക്രിമിനൽ വാസനകൾ നേരത്തെ തന്നെ പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ ഉണ്ടാവും. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് കോണ്ടക്ട് ഡിസോർഡർ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളാണ്, തുടങ്ങിയ പെരുമാറ്റ പ്രശ്നങ്ങളാണ്. അതിലേക്ക് സഹായകരമായിട്ട് ADHD തുടങ്ങിയ പെരുമാറ്റ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നേരത്തെ കണ്ടു തുടങ്ങുകയാണെങ്കിൽ ആസ് എ ചൈൽഡ് നമുക്ക് അവരെ പിടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതൊരു കൗമാരക്കാരനായി, അയാൾ ഒരു വ്യക്തിയായി കഴിഞ്ഞാൽ പിന്നെ തിരുത്തൽ എന്ന് പറയുന്നത് കാര്യമായിട്ട് സാധ്യമായി എന്ന് വരില്ല. അപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, നമ്മുടെ ഒരു ഇന്റലിജൻസ് സംവിധാനം പോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെയും പ്രവർത്തിക്കേണ്ടത്. ഇന്റലിജൻസ് എന്നാൽ ബോംബ് പൊട്ടുമ്പോഴല്ലോ അല്ലേ പ്രവർത്തിക്കുക. ബോംബ് പൊട്ടാതിരിക്കാൻ, തീവ്രവാദി ആക്രമണം ഉണ്ടാവാതിരിക്കലാണ് അവരുടെ ജോലി. അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും സമൂഹത്തെ സംബന്ധിച്ച് വിജിലാൻറ്റീസ് ആവേണ്ട ആവശ്യകതയുണ്ട് സമൂഹത്തെ എത്തിച്ചെടുക്കാനായിട്ട്. അതെ, ശ്രീ KM ആന്റണി, അതുതന്നെയാണോ ഈ വിപത്തിനെ നമുക്ക് ഉന്മൂലനം ചെയ്തേ മതിയാവുകയുള്ളൂ? അതിന് നിയമവും സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരുമെല്ലാം ഒറ്റക്കെട്ടായി നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കാൻ പറ്റും എന്ന് തന്നെ താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും തുടർച്ചയായി ഉണ്ടാവുന്ന ഈ അരുംകൊലകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇവിടെ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ അല്ലെങ്കിൽ രണ്ടാം പ്രതിപക്ഷമെന്നോ ഒന്നോ അല്ല ചിന്തിക്കേണ്ടത്. ഇത് സമൂഹമാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളെയാണ്, അല്ലെ മക്കളെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒത്തൊരുമിച്ച് സമൂഹത്തിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി വന്നാൽ, ഒരു ഇച്ഛാശക്തിയോടുകൂടി വന്നാൽ ഇതിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.